അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, നബിദിന സന്ദേശം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു. നമ്മൾ ഇർത്തകബത്ത് ചെല്ലുന്നവരാണ്, ഇസ്തിഗ്ഹാസ നടത്തുന്നവരാണ്, ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. ഇതിനൊക്കെ തെളിവെന്താന്ന് വെച്ചാൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മൾക്ക് ഓരോ കർമ്മത്തിൻ്റെയും നിയമങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ സുന്നത്താണെന്നാണ് നബിൻ്റെ മദ്ഹ് പറയലും, അതുപോലെ തന്നെ ഈ അവരെ ഓർക്കൽ ഒക്കെ എന്താണ്, ഇബാദത്താണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഇർത്തഖബത്ത് ചൊല്ലിയാൽ, എന്നപോലെ നബിയോട് നേരിട്ട് പാപമോചനം തേടിയാൽ ഷിർക്കാകും, കുഫ്റാകും എന്ന് പറയുന്ന വഹാബികൾ, ഇവരാണ് അതിന് തെളിവ് കൊണ്ടുവരേണ്ടത്. റസൂലുള്ളാഹിനോട് ഇനിയിപ്പോൾ ഒരാളോട് നമുക്ക് പറ്റാത്തതെന്തെങ്കിലും ഒരാൾ ചെയ്തെങ്കിൽ അവനോട് പൊരുത്തപ്പെടണം, നീ പൊരുത്തപ്പെടണം എന്ന് ചെയ്യണം, അല്ലെങ്കിൽ നീ മാപ്പാക്കണം എന്ന് പറഞ്ഞു. എന്നാലും ഇവരെ വിശ്വാസത്തിൽ ഷിർക്കാകൂല. ഇത് നേരിട്ട് അള്ളാഹിനോടല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി ജീവിച്ചിരുന്നാലും ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും തുററു അലയ്യ അമാലക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, മരണശേഷം നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന്. ഈ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുള്ള നിലക്ക് നബിയോട് എന്തും ചോദിക്കാം, സ്വർഗം വരെ ചോദിക്കാം. ഇത് ചോദിക്കുന്നത് നബിയാണ് കാര്യം ചെയ്യുന്നത് എന്ന വിശ്വാസത്തിലല്ല. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന കാസിമുൻ അല്ലാഹു വയ്യുത്തി, ഞാൻ വിതരണക്കാരനാണ്, അള്ളയാണ് തരുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ട് അത് ഭൗതികമായതും അഭൗതികമായതും ലോകത്ത് സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങൾ, അതിനുള്ള കഴിവ് ഞാൻ ചെയ്തു എന്ന് പറയുന്ന പോലെ, എനിക്ക് ചെയ്യാൻ കഴിയുന്ന പോലെ അഭൗതികമായത് റസൂലുള്ളാഹിക്ക് ചെയ്യാൻ വേണ്ടി അള്ളാഹ് കഴിവ് കൊടുക്കും. അല്ലാതെ റസൂലിന് സ്വന്തമുള്ള കഴിവല്ല. അങ്ങനെ വിശ്വസിച്ചാൽ ഉടൻ മുശ്രിക്കാകും. അങ്ങനത്തെ വിശ്വാസമല്ല ഇവിടെ ഉള്ളത്. നബിക്ക് സ്വന്തം കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തം കഴിവുണ്ട്, ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, എൻ്റെ അടക്കാനക്കങ്ങൾ അതെൻ്റെ സ്വന്തം കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ ഉടനെ മുശ്രിക്കായി. അതിവിടെ പറയേണ്ടതില്ല. അപ്പോൾ സുന്നികളുടെ വിശ്വാസം, അവർ ഇർത്തഖബത്തല്ല, അവർ നബിയെ രക്ഷിക്കണേ, നബിയെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാലും, ഈ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നക്ക ലാ തഹദീമൻ അഹ്ബബത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബിയെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് ഹിദായത്താക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഫഇന്നക ല തഹദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, നബിയെ തങ്ങൾ ചൊവ്വായ മാർഗത്തിലേക്കാണ് മാർഗദർശനം ഹിദായത്തിലാക്കും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും സന്ദർഭോചിതമായിട്ടും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പഠിക്കാതെ രണ്ടും അല്ലല്ല പറഞ്ഞത്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് ഏതെങ്കിലും ഒരു വാചകം കിട്ടിയിട്ട് അതെടുത്ത് കാണ്ട് എന്താണ് ഈ ഷിർക്ക് ആരോപിക്കാനും കുഫർ ആരോപിക്കാനും നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? കൂട്ടരെ ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാണ്. നമ്മൾ ചെയ്യുന്നത് ഷിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്, അതിൻ്റെ മാറ്റത്തിലുള്ളതാണ് ഷിർക്ക്. അല്ലാത്ത